ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും PSC ക്രോണിക്കൽസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് കെമിസ്ട്രിയിലെ 10 സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ആറ്റത്തിലെ സബ്ഷെല്ലുകളെ സൂചിപ്പിക്കുന്ന പ്രതീകങ്ങൾ ഏതൊക്കെയാണ്? ABCD, SPDF, PQRS, BCDF. ഇതിനകത്ത് ഏതാണ് ആറ്റത്തിലെ സബ്ഷെല്ലുകളെ സൂചിപ്പിക്കുന്ന പ്രതീകങ്ങൾ? ഏതാണ്? SPDF ആണല്ലേ. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ആവർത്തന പട്ടികയുമായി ബന്ധപ്പെട്ട് തെറ്റായവ തിരഞ്ഞെടുക്കുക. അറ്റോമിക സംഖ്യ വർദ്ധിച്ചു വരുന്ന ക്രമത്തിൽ മൂലകങ്ങളെ ക്രമീകരിച്ചിരിക്കുന്നു. ശരിയാണ്. ആവർത്തന പട്ടികയിലെ അറ്റോമിക സംഖ്യയുടെ അടിസ്ഥാനത്തിലാണ് അല്ലെ, വർദ്ധിച്ചു വരുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ മൂലകങ്ങളെ ക്രമീകരിച്ചിരിക്കുന്നത്. അത് ശരിയാണ്. അടുത്തത്, വാതകങ്ങളെ പ്രത്യേക ഗ്രൂപ്പുകളിലായി ക്രമീകരിച്ചിരിക്കുന്നു. അത് തെറ്റാണ് അല്ലെ. വാതകങ്ങൾ ഏതെങ്കിലും പ്രത്യേക ഗ്രൂപ്പുകളിലുണ്ടോ? ഇല്ല. അങ്ങനെ പ്രത്യേക ഗ്രൂപ്പുകളിലായിട്ടൊന്നും വാതകങ്ങളെ നമ്മൾ ക്രമീകരിച്ചിട്ടില്ല. അടുത്തത്, ലോഹങ്ങളെ പ്രത്യേക പീരീഡുകളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. അത് തെറ്റാണ് അല്ലെ. ലോഹങ്ങളെ പ്രത്യേകിച്ച് ഒരു പീരീഡിലാണോ? അല്ല. കാരണം നമ്മൾ ഗ്രൂപ്പ് പറയുവാണെങ്കിൽ ഉണ്ട്. 1ഉം 2ഉം ഗ്രൂപ്പിലെ ആൽക്കലി ലോഹങ്ങളും ആൽക്കലൈൻ എർത്ത് ലോഹങ്ങളുമാണ്. പക്ഷെ ഒരു പീരീഡിൽ എന്തില്ല, ഒരു പ്രത്യേക പീരീഡിലൊന്നും എന്ത് ചെയ്തില്ല, ലോഹങ്ങളെ ക്രമീകരിച്ചിരിക്കുക. അതും തെറ്റാണ്. അടുത്ത, മൂലകങ്ങളെ 18 ഗ്രൂപ്പുകളിലായി ക്രമീകരിച്ചിരിക്കുന്നു. ശരിയാണ്. നമ്മുടെ ആവർത്തന പട്ടികയിൽ 18 ഗ്രൂപ്പുകളിലായിട്ട് തന്നെയാണ് എന്ത് ചെയ്യുന്നത്, മൂലകങ്ങളെ ക്രമീകരിച്ചിരിക്കുന്നത്. അപ്പൊ അത് എന്താണ്? ശരിയാണ്. തെറ്റായത് ഏതൊക്കെയായിരുന്നു? വാതകങ്ങളെ പ്രത്യേക ഗ്രൂപ്പുകളിലായി ക്രമീകരിച്ചിരിക്കുന്നു. അപ്പൊ രണ്ടാമത്തെ തെറ്റാണ്. പിന്നെ ലോഹങ്ങളെ പ്രത്യേക പീരീഡുകളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. അതും എന്താണ്? തെറ്റാണ്. അപ്പൊ ആൻസർ 2ഉം 3ഉം. ഇവിടെ നമുക്ക് തെറ്റായ തിരഞ്ഞെടുക്കാനാണ്. അപ്പൊ 2ഉം 3ഉമാണ്. അപ്പൊ ആൻസർ ബി ആണ്. നെക്സ്റ്റ്, താഴെ പറയുന്നവയിൽ നിന്നും ശരിയായ ജോഡികൾ തിരഞ്ഞെടുക്കുക. സോഡിയം Na, അപ്പൊ അതിന്റെ എലമെന്റും അതിന്റെ സിമ്പിളുമാണ് തന്നിരിക്കുന്നത്. സോഡിയം Na. സിലിക്കണിന്റെ എസ് ആണോ? അല്ല. സിലിക്കണിന്റെ എന്താണ്? SI ആണ്. അയഡിൻ്റെതാണെങ്കിലോ IR ആണോ? അല്ല, I ആണ്. വെറും I ആണ്. I. അടുത്തത്, സ്വർണം AU അല്ലെ. ഒറം അല്ലെ, AU ആണ്. അപ്പൊ ഇതിനകത്ത് ശരിയായിട്ടുള്ള ജോഡികൾ ഏതൊക്കെയാണ്? 1 സോഡിയം, നാലാമത്തേത് സ്വർണവും. ആൻസർ 1ഉം 4ഉമാണ് ആൻസർ. അടുത്തത്, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത്? ആവർത്തന പട്ടികയിൽ 10ാമത്തെ ഗ്രൂപ്പിലാണ് അലസവാതകങ്ങളെ ക്രമീകരിച്ചിരിക്കുന്നത്. ശരിയാണോ? അല്ല. ആവർത്തന പട്ടികയിൽ 10ാമതല്ല അല്ലേ, 18ാമത്തെ ഗ്രൂപ്പിലാണ് എന്ത് ചെയ്യുന്നത്, അലസവാതകങ്ങളെ ക്രമീകരിച്ചിരിക്കുന്നത്. ക്രൂഡ് ഓയിലിൽ നിന്നും സെപ്പറേറ്റിംഗ് ഫണൽ ഉപയോഗിച്ച് പെട്രോളിയം ഉൽപ്പന്നങ്ങൾ വേർതിരിക്കുന്നു. ക്രൂഡ് ഓയിലിൽ നിന്നും സെപ്പറേറ്റിംഗ് ഫണൽ ഉപയോഗിച്ചിട്ടല്ല പെട്രോളിയം ഉൽപ്പന്നങ്ങൾ വേർതിരിക്കുന്നത്. ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ വഴിയാണ് എന്ത് ചെയ്യുന്നത്, ക്രൂഡ് ഓയിലിൽ നിന്ന് പെട്രോളിയം ഉൽപ്പന്നങ്ങൾ വേർതിരിക്കുന്നത്. അടുത്തത്, ജലവും അസറ്റോണും കലർന്ന മിശ്രിതം വേർതിരിക്കാൻ സ്വേദനം എന്ന മാർഗം ഉപയോഗിക്കാം. ശരിയാണ്. ജലവും അസറ്റോണും കലർന്ന മിശ്രിതം വേർതിരിക്കാൻ ഉപയോഗിക്കുന്ന മാർഗം സ്വേദനമാണ്. അടുത്ത, ആവർത്തന പട്ടികയുടെ ആദ്യ രൂപം തയ്യാറാക്കിയ ശാസ്ത്രജ്ഞൻ പ്രധാനിയാണ് ഹംഫ്രി ഡേവി. അത് തെറ്റാണ് അല്ലെ. ആവർത്തന പട്ടികയുടെ ആദ്യ രൂപം തയ്യാറാക്കിയത് ലവോസിയർ അല്ലെ. മൂലകങ്ങളെന്നും അലോഹങ്ങളെന്നും വർഗീകരിക്കുന്നു. അതിനുശേഷം ആര്? ഡോബറൈനർ, ട്രയാഡ്സ്, പിന്നെ ന്യൂലാൻഡ്സ്, അഷ്ടക നിയമം. അപ്പൊ ഹംഫ്രി ഡേവി ഇല്ല. ആദ്യ രൂപം തയ്യാറാക്കുന്നതിന് ഹംഫ്രി ഡേവി ഇല്ല. അപ്പൊ അതെന്താണ്? തെറ്റാണ്. അപ്പൊ ഇതിനകത്ത് ശരിയായിട്ടുള്ള ഏതാണ്? ജലവും അസറ്റോണും കലർന്ന മിശ്രിതം വേർതിരിക്കാൻ സ്വേദനം എന്ന മാർഗം ഉപയോഗിക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്നവയിൽ മൂലകങ്ങൾക്ക് ഉദാഹരണം ഏതൊക്കെ? ആസ്പിരിൻ, അയഡിൻ, അസ്റ്റാറ്റിൻ, ടിൻ. ഇതിനകത്ത് മൂലകങ്ങൾ ഏതൊക്കെയാണ്? അയഡിനും അസ്റ്റാറ്റിനും ടിന്നുമാണ്. ആസ്പിരിൻ എന്തെല്ലാം മൂലകമല്ല. ആസ്പിരിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു വേദന സംഹാരിയാണ് അല്ലെ. അപ്പൊ ആൻസർ 2ഉം 3ഉം 4ഉമാണ്. ഡി ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത്? 1 ന്യൂട്രോണുള്ള ഹൈഡ്രജന്റെ ഐസോട്ടോപ്പാണ് ഡ്യൂട്ടീരിയം. 2 ന്യൂട്രോണുള്ള ഹൈഡ്രജന്റെ ഐസോട്ടോപ്പാണ് ട്രിഷ്യം. ഹൈഡ്രജന്റെ ന്യൂട്രോൺ ഇല്ലാത്ത ഐസോട്ടോപ്പാണ് പ്രോട്ടിയം. അപ്പൊ ഇതിനകത്ത് ശരിയായിട്ടുള്ള പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഹൈഡ്രജന്റെ ഐസോട്ടോപ്പുകളാണ് പ്രോട്ടിയം, ഡ്യൂട്ടീരിയം, ട്രിഷ്യം. ഇതിനകത്ത് ന്യൂട്രോൺ ഇല്ലാത്തതാണ് ഏത്? പ്രോട്ടിയം. 1 ന്യൂട്രോൺ ഉള്ളതാണ് ഏത്? ഡ്യൂട്ടീരിയം. 2 ന്യൂട്രോൺ ഉള്ള ഹൈഡ്രജന്റെ ഐസോട്ടോപ്പാണ് ട്രിഷ്യം. അപ്പൊ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന എല്ലാം ശരിയാണ് അല്ലെ. ഇനി ട്രിഷ്യം എന്ന് പറഞ്ഞാൽ റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള ഐസോട്ടോപ്പാണ്. ട്രിഷ്യം. ട്രിഷ്യം ഓക്സൈഡ് ആണ് എന്തെന്ന് പറയുന്നത്?
ഘനജലം എന്നറിയപ്പെടുന്നത്. ട്രിഷി ഓക്സൈഡ് അറിയപ്പെടുന്നതാണ് ഘനജലം. ഘനജലം കണ്ടെത്തിയത് ആരാണെന്ന് ചോദിച്ചാൽ ഹരോൾഡ് യുറേ ആണ്. ഘനജലം കണ്ടെത്തിയത് ഹരോൾഡ് യുറേ. ശരിയായ ജോഡി കണ്ടെത്തുക. ടങ്സ്റ്റൺ, അതിന്റെ അറ്റോമിക് നമ്പറാണ് തന്നിരിക്കുന്നത് 74, മെർക്കുറി 80, സിൽവർ 47, അയൺ 19. അപ്പം ടങ്സ്റ്റൺ 74 ആണ്, മെർക്കുറി 80 ആണ്, സിൽവർ 47 ആണ്. അപ്പൊ ഇത്ര അറ്റോമിക് നമ്പർ ശരിയാണ്. അയണിന്റെ അറ്റോമിക് നമ്പർ 19 ആണോ? അല്ല, അയണിന്റെ അറ്റോമിക് നമ്പർ 26 ആണ്. 19 ഏതിൻ്റെതാണ്? പൊട്ടാസ്യത്തിന്റെ അറ്റോമിക് നമ്പറാണ് 19. അപ്പൊ ഇതിനകത്ത് 1, 2, 3 ശരിയാണ്. അപ്പൊ എ ആണ് ആൻസർ. അടുത്ത ആവർത്തന പട്ടികയിൽ എത്രാമത്തെ ഗ്രൂപ്പിലാണ് കാർബൺ ഉൾപ്പെടുന്നത്? 11, 12, 13, 14. കാർബൺ ഏത് ഗ്രൂപ്പിലാണ്? 14ാമത്തെ ഗ്രൂപ്പിലാണ് അല്ലെ. കാർബണിന്റെ വാലൻസി 4 ആണ്. അപ്പൊ 14ാമത്തെ ഗ്രൂപ്പിലാണ് കാർബൺ. താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത്? അന്നജത്തിൽ അടങ്ങിയിരിക്കുന്ന പഞ്ചസാരയാണ് ലവ്ലോസ്, പഴങ്ങളിൽ അടങ്ങിയിരിക്കുന്ന പഞ്ചസാരയാണ് ഫ്രക്ടോസ്, പാലിൽ അടങ്ങിയിരിക്കുന്ന പഞ്ചസാരയാണ് ലാക്ടോസ്. ഇതിനകത്ത് ശരിയായിട്ടുള്ള പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. അന്നജത്തിൽ അടങ്ങിയിരിക്കുന്ന പഞ്ചസാര ലവ്ലോസ് ആണോ? അല്ല, അന്നജത്തിൽ അടങ്ങിയിരിക്കുന്ന ഏതാണ്? മാൾട്ടോസ് ആണ്. പഴങ്ങളിൽ അടങ്ങിയിരിക്കുന്ന പഞ്ചസാര ഏതാണ്? ഫ്രക്ടോസ് ആണ്. പാലിൽ അടങ്ങിയിരിക്കുന്ന പഞ്ചസാര ഏതാണ്? ലാക്ടോസ് ആണ്. അപ്പൊ 2, 3 എന്താണ്? ശരിയാണ്. അടുത്തത് വൈറ്റ് ടാർ എന്നറിയപ്പെടുന്നത് ബിറ്റുമിൻ, ലിഗ്നൈറ്റ്, നാഫ്തലിൻ, കൽക്കരി. ഏതാണ് വൈറ്റ് ടാർ എന്നറിയപ്പെടുന്നത്? നാഫ്തലീൻ ആണ് വൈറ്റ് ടാർ എന്നറിയപ്പെടുന്നത്. പിന്നെ കൽക്കരി എന്താണ് അറിയപ്പെടുക? കൽക്കരി കറുത്ത വജ്രം എന്നറിയപ്പെടുന്നതാണ് ഇത് കൽക്കരി. വൈറ്റ് ടാർ എന്നറിയപ്പെടുന്ന ഏതാണ്? നാഫ്തലീൻ ആണ്. എന്നാൽ വൈറ്റ് കൽക്കരി എന്നറിയപ്പെടുന്ന ഏതാണ്? ജലവൈദ്യുതിയാണ്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ വേറൊരു ടോപ്പിക്കിലെ കുറച്ച് സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് കാണാം. താങ്ക് യു.